എടുക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയ വീഡിയോ ആണ്. പക്ഷെ മഴ കാരണം റിവ്യൂ ആയിട്ട് ഒതുക്കേണ്ടി വന്നു. നിങ്ങൾ കണ്ടു, ഞാൻ പോകുമ്പോൾ നല്ല മഴയായിരുന്നു. ആ മഴയത്തൊക്കെ പോയാൽ ഈ സിനിമ ഉണ്ടോ? വെർത്താണോ? 100% വെർത്താണെന്ന് പറയാം. മുകുന്ദൻ അസോസിയേറ്റ്സിന് ശേഷം അഭിനവ് സുന്ദർ നായക് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ മോളിവുഡ് ടൈംസ്. കുരുതി എന്ന സിനിമ, പൃഥ്വിരാജുള്ള കുരുതി എന്ന സിനിമയ്ക്ക് ശേഷം നസ്രീൻ ചെയ്ത ഏറ്റവും വ്യത്യസ്തമായ ക്യാരക്ടർ അത് ഈ സിനിമയിലെ വിനീത് മാധവനായിരിക്കും. ഈ സിനിമയിൽ എവിടെ നമുക്ക് നസ്രീനെ കാണാൻ പറ്റില്ല. അതായത് പ്രേമലു മറ്റുള്ള സിനിമയൊന്നും കണ്ട നസ്രീൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. വിനീത് മാധവൻ ആ ഒരാളെ ഇതിൽ കാണാൻ പറ്റും. ഈ സിനിമേൻ്റെ പ്ലോട്ട് അത് നമ്മൾ കണ്ടു പരിചയമുള്ള പ്ലോട്ടാണ്. അതായത് എന്താ, ഒരു സംവിധായകൻ അയാൾക്ക് സിനിമ എടുക്കണം, അയാൾക്ക് കുറേ വെല്ലുവിളികളുണ്ട്, അതിന് അയാൾ എങ്ങനെ നേരിടുന്നു. നമുക്ക് അങ്ങനത്തെ പല രീതിയിലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു മുകുന്ദൻ ഉണ്ണി ടൈപ്പിൽ, അതായത് തൻ്റെ ലക്ഷ്യത്തിന് ഏത് എക്സ്ട്രീം വരെയും പോകും പറഞ്ഞ നായകൻ. അതായത് തൻ്റെ ലക്ഷ്യം തനിക്ക് കിട്ടും, പക്ഷെ തൻ്റെ ചില ഇഷ്ടങ്ങൾ ബലി കൊടുക്കേണ്ടി വരും. അത് പറ്റൂല. തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ലക്ഷ്യത്തിലെത്തണം എന്ന് പറഞ്ഞ് എക്സ്ട്രീമായിട്ട് അതായത് നമുക്ക് സിനിമ കാണുമ്പോൾ ഇവൻ പൊട്ടത്തര ചെയ്യുന്നത് തോന്നും, പക്ഷെ ആ കഥാപാത്രത്തിന് അത് പൊട്ടത്തരല്ല. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു വാശിക്കാരനായിട്ടുള്ള ക്യാരക്ടർ ഗംഭീരമായിട്ട് ആയിരുന്നു നസ്രീൻ ചെയ്തത്. അതായത് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സ്വഭാവത്തിൽ നിന്നും തനിക്ക് ഒന്നും കിട്ടില്ല, ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് എന്തും ചെയ്യാൻ പോകുന്ന ഒരു വിനീത് മാധവനിലോട്ടുള്ള ആ ട്രാൻസ്ഫോർമേഷൻ, ആ ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. അടിപൊളിയായിട്ടാണ് നസ്രീൻ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലെ കോമഡികളൊക്കെ ഡാർക്ക് കോമഡിയാണ്. എല്ലാം നല്ല. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് പോകുന്നത്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. സെക്കൻഡ് ഹാഫ് ആ ഒരു സീരിയസ് മോഡിലാണ്. പക്ഷേ മോശം പറയാനും സെക്കൻഡ് ഹാഫ് അടിപൊളി തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ ലെവലിലോട്ട് എത്തിയില്ല. ഒരാൾ ലൈഫ് അങ്ങനെയാണ്. ലൈഫിലും പല പല സ്റ്റേജസ് ഉണ്ട്. ഇത് ഈ വിനീത് മാധവ് എന്ന ക്യാരക്ടറിൻ്റെ ലൈഫാണ്. സോ ലൈഫിൻ്റെ ഫസ്റ്റ് പകുതി ആയിരിക്കില്ല സെക്കൻഡ് പകുതി. ആ രീതിയിൽ കണ്ടാൽ ഇഷ്ടപ്പെടും. പിന്നെ ഷറഫുദ്ദീൻ ഉണ്ട്. ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്തിട്ടൊരു മെനയിലല്ല. ക്യാരക്ടറിൻ്റെ കാര്യം ഉദ്ദേശിച്ച പുള്ളീൻ്റെ ആക്ടിങ്ങിൻ്റെ അല്ല, അടിപൊളി ക്യാരക്ടറായിരുന്നു. പിന്നെ സംഗീത് പ്രതാപ് ഉണ്ട്, ഹൃദയപൂർവ്വത്തിലൊക്കെ ഉള്ള, പ്രേമലുവിലൊക്കെ ഉള്ള അമൽ ഡേവിസ്, അടിപൊളി ക്യാരക്ടറായിരുന്നു. പിന്നെ കുറേ ക്യാമിയോകളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. പിന്നെ നമ്മളെ ആവേശത്തിലൊക്കെ ഉള്ള നസ്രീൻ്റെ ഫ്രണ്ടായിട്ട് ആവേശത്തിലുള്ള ആക്ടറുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ആക്ടിങ് ആയിരുന്നു. പിന്നെ നമ്മളെ അൽത്താഫ് സലീം ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു, ഈ സിനിമയിൽ അറഞ്ചം പുറത്ത് എവിടെ നോക്കിയാലും വില്ലന്മാരാണ്. നസ്രീൻ ഒഴിച്ച് ബാക്കി എവിടെ നോക്കിയാലും വില്ലന്മാരാണ്. ആ വില്ലന്മാരുടെ ലോകത്ത് നസ്രീന് കുറച്ച് ആശ്വാസം കൊടുക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളൊന്നാണ് അൽത്താഫ് സലീമും ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് ക്യാരക്ടറും. നല്ല നല്ല രസമായിരുന്നു അത്. സിനിമ അടിപൊളിയാണ്. സിനിമ എൻ്റെ അഭിപ്രായത്തിൽ അടിപൊളിയാണ്. പിന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ റിവ്യൂവറിനോ എൻ്റെ ഒന്നും അഭിപ്രായം വെച്ചല്ല കണ്ട, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫൈനൽ, എൻ്റെയോ അതൊന്നുമല്ല. പിന്നെ ഈ സിനിമ പലരെ തുറന്നത്, അതായത് മലയാള സിനിമയിൽ റെക്കമെൻഡേഷൻ വഴിയും ഇതുവഴിയൊക്കെ വരുന്നവരൊക്കെ തുറന്ന് കളിയാക്കുന്നുണ്ട്. കുറച്ച് തെറിവിളി സീനുണ്ട് ചില സിനിമയിൽ. അത് നമുക്ക് അസ്വസ്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന രീതിയിലാണ് ആ തെറിവിളി പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമേൻ്റെ പേസിങ്ങും പെർഫെക്റ്റ് ആയിരുന്നു, എവിടെയും ലാഗ് അടിക്കാതെ. ആ തുടക്കം, അതായത് സിനിമ തുടങ്ങിയ മുതൽ അവസാനം വരെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കും. ഗംഭീര മേക്കിങ്ങാണ്. പിന്നെ ജേക്സ് ബിജോയ് മ്യൂസിക്, നല്ല മ്യൂസിക്കായിരുന്നു, നല്ല രീതിക്ക് ആൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വിശ്വജിത്ത് ഒടുക്കത്തിലുള്ള സിനിമാറ്റോഗ്രാഫി, നല്ല ആ ഫ്രെയിംസൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു. പിന്നെ നസ്രീൻ്റെ ലുക്ക്, ആ ഒരു ടീനേജ് കാലത്തെയും പിന്നെ ആ ലുക്കുകളൊക്കെ അടിപൊളിയായിരുന്നു. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല എൻ്റർടൈനർ സിനിമ. ഒരു സീരിയസ് മോഡ് പോകുന്ന മുകുന്ദൻ ഉണ്ണിയൊക്കെ ടൈപ്പ്, പക്ഷെ ആ ലെവലുണ്ട് വെച്ചാൽ അതേപോലെ നമുക്ക് ആ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. അത് മോശമായതുകൊണ്ടല്ല, ആ ക്യാരക്ടർ, അതായത് ഒരു സക്സസ്സിന് വേണ്ടി ഇത്രയൊക്കെ കൊള്ളരുതായ്മ ചെയ്യുമോ. പക്ഷേ ഈ ഭാഗത്ത് നമ്മൾ നസ്രീൻ്റെ കഥാപാത്രമായിട്ടല്ല, വേറെ ചില കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് നമുക്കത് തോന്നുക. എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണാം. സിനിമ ഞാൻ പറയാനുള്ളൂ, എൻ്റെ അഭിപ്രായത്തിൽ തിയേറ്ററിൽ പോയി കാണാനുള്ളതുണ്ട്. ഒരു ത്രില്ലർ അനുഭവം, ബട്ട് വിത്ത് കോമഡി. നൈസായിട്ടുണ്ട്. എനിക്ക് ഞാൻ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടായിരുന്നു പോയത്. അത്ര പറയണം. എനിക്ക് എന്തൊക്കെയാണ് പറയണ്ട, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ സുഖമല്ലേ, എല്ലാവരും പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക.
കേൾക്കല്ല, ഞങ്ങൾ നാലാൾ മൊബൈൽ വെച്ച് പറയുന്ന കേട്ടിട്ടല്ല നിങ്ങൾ സിനിമ കണ്ടത്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാൽ മാത്രം നിങ്ങളെ അഭിപ്രായം പറയാൻ പറ്റും. ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്.